ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയും ആദർശും കൂടി അവിടെ നിന്ന് അവരുടെ ജീവിതത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ മര്യാദയായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങളൊക്കെ വന്നേനെ എന്ന് ആദർശ് ഇങ്ങനെ പറയൂ കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ ആദർശേട്ടാ, അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നമുക്ക് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ ഇവിടെ നിന്ന് പറയപ്പോഴാണ് കനകം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ അച്ഛൻ പോയോ അമ്മയെന്ന് ചോദിച്ചപ്പോൾ പോയി. പിന്നെ മോള് വരുമെന്ന് വിചാരിച്ച് ഒരുപാട് നേരം കാത്തിരുന്നു. എന്നാൽ പിന്നെ വരാത്തത് കൊണ്ട് വിളിക്കാമെന്നും പറഞ്ഞ് അച്ഛനങ്ങ് പോയെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന ചെയ്ത സഹായത്തിന് ഞങ്ങൾ സ്വാർത്ഥത കാണിക്കുകയാണെന്നൊന്നും കരുതരുത്. പിന്നെ ഞാൻ അതിന് പ്രതിഫലം തരികയാണെന്നും അമ്മ വിചാരിക്കരുത്. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസുകാരോട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഇവളോട് ചോദിച്ചപ്പോൾ 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ഒരു അസുഖം വന്നാലേ പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ 1 കോടിയുടെ ഇൻഷുറൻസാണ് പറഞ്ഞിരിക്കുന്നതെന്നും ഒന്ന് ഫോമിൽ ഒപ്പിട്ട് കൊടുക്കണമെന്നും അതിന് ക്യാഷൊക്കെ ഞാൻ അടച്ചോളാമെന്നും പറഞ്ഞു. അപ്പോൾ അയ്യോ എന്തിനാ മോനെ അതൊക്കെയെന്ന് ചോദിച്ചപ്പോൾ എന്തിനാണെന്നോ അമ്മേ, അതൊക്കെ ജീവിതത്തിൽ വേണം. അച്ഛന് 2 തവണ അറ്റാക്ക് വന്നപ്പോൾ പൈസയ്ക്ക് കിടന്ന് ഓടിയ കാര്യങ്ങളൊക്കെ ഇവൾ എന്നോട് പറഞ്ഞായിരുന്നു. ബൈപ്പാസ് സർജറി നടത്തണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ട് അത് നടത്താത്തതൊന്നും അവൾ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ അയ്യോ പൈസ ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല മോനെ, അത് പിന്നെ ഗോവിന്ദേട്ടനെ അതൊക്കെ പേടിയാ, അതുകൊണ്ടാണെന്നും പറഞ്ഞ് കനകം അന്നേരം ഇങ്ങനെ ഉരുണ്ട് കളിക്കും. എന്തായാലും ഇനിയൊരു ഫുൾ ബോഡി ചെക്കപ്പ് തന്നെ നടത്തണമെന്നും പൈസയുടെ കാര്യം ഓർത്ത് അസുഖത്തെ മൈൻഡ് ചെയ്യാതെയൊന്നും നടക്കരുതെന്നും പറഞ്ഞു കൊടുക്കുകയാണ് നേരെ ആദർശ് നയനയോടും കനകത്തിനോടും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് നമ്മുടെ ആദർശ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പം അമ്മ എന്തിനാ ആദർശേട്ടനോട് കള്ളം പറഞ്ഞത്? അത് പിന്നെ അച്ഛനന്ന് നമ്മൾ ചികിത്സയുടെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് കിടന്ന് ഓടി, അത് പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷേ അത് ആദർശ് മോനോട് പറയാൻ പറ്റുമോ? പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇൻഷുറൻസ് ഒന്നും എടുക്കാത്തത് എന്ന് പറയുന്നത് കേട്ടപ്പോൾ ആദർശേട്ടൻ ഇപ്പം ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ ഞാൻ ആദർശേട്ടൻ്റെ അമ്മയെ സഹായിച്ചത് കൊണ്ട് കാണിക്കുന്ന സ്നേഹമൊന്നും അല്ല കേട്ടോ. അതെ, സഹായിച്ചു കഴിഞ്ഞപ്പോൾ സ്നേഹത്തിന്റെ അളവ് കൂടിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. എങ്കിലും അനന്തപുരിയിലെ മൂർത്തി സാറ് തന്നെയാ ആദർശേട്ടൻ എന്നുള്ള കാര്യം ഇങ്ങനെ നയന പറയുക. പേര് പോലെ തന്നെ ആദർശമുള്ള ഒരാളാണ് എന്നും പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ട് കനകം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ കല്യാണത്തിന് മുൻപ് ഞങ്ങൾ പരസ്പരം വെറുത്തു പോയവരാ, അതുകൊണ്ട് കല്യാണ ശേഷവും ഒന്നും അങ്ങോട്ട് ശരിയാകാതെ വന്നത് അമ്മയെന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കനകം കേട്ടോണ്ടിരിക്കാം. ഇനി അമ്മ അങ്ങ് നോക്കിക്കോ, ആ മരുമകനെ കൊണ്ടേ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഗുണം മാത്രമേ ഉണ്ടാകുള്ളൂ, ഒരിക്കലും വേദനിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അപ്പം മോളെ, ഞങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും മോളുടെ ജീവിതം നന്നായി പോകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. ഗോവിന്ദേട്ടൻ ഇപ്പോഴും അത് എന്നോട് പറയുകയും ചെയ്തു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ആദർശ് മോൻ്റെ അമ്മയുടെ സ്വഭാവം മാറിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന്. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് മോളെ എനിക്കും ഉള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം പറയുവാണ് നമ്മുടെ നയനയോട് കനകം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഗോവിന്ദേട്ടൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഗോവിന്ദേട്ടൻ വീട്ടിലിരുന്ന് ചായ കുടിക്കും. അപ്പം നന്ദു അങ്ങോട്ടേക്ക് വന്നു. അച്ഛാ, ഞാൻ പുറത്തേക്കൊന്ന് പോകുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിലേക്കാണോ മോളെന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു. ഞാനും പോയിരുന്നു എന്ന് പറഞ്ഞു അന്നേരം ഗോവിന്ദേട്ടൻ. എന്നിട്ടെന്താ പറഞ്ഞേ? ആദർശിന്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നതെന്ന് പറയുമ്പോൾ നന്ദു ഇങ്ങനെ ആകെതായിട്ട് നിൽക്കുക. ആദർശേട്ടന്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്നോ? എനിക്കും ഇതേ സംശയം ഉണ്ടായിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ 2-3 മണിക്കൂർ വെന്റിലേറ്ററിലും മറ്റുമൊക്കെ കിടത്തില്ലേ മോളെ. പക്ഷേ ഇവിടെ ICUയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോവുകയായിരുന്നു. പിന്നെ അതൊക്കെ ഡോക്ടർമാർക്കല്ലേ അറിയത്തുള്ളൂ എന്നും അച്ഛൻ ഇങ്ങനെ നന്ദുവിനോട് പറയാം. ഞാനത് കഴിഞ്ഞ് പിന്നെ കുറേ സമയം അങ്ങോട്ട് അവിടെ നിന്നു നയനെ കാണാൻ വേണ്ടി. പക്ഷെ മോള് വന്നില്ല എന്നും പറഞ്ഞു. വീട്ടിൽ നല്ല ജോലിയൊക്കെ കാണുവെച്ചാ പിന്നെ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും വെച്ച് വിളമ്പണ്ടേ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, എല്ലാത്തിനും ചേച്ചിയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ നവ്യയുടെ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ ഉണ്ടോ എന്ന് അറിയില്ല മോളെ. ഇപ്പം നെഞ്ചിലൊരു ആളല്ല എപ്പോഴും അവളെ പറ്റി ഓർത്തിട്ട്. എന്ന് വെച്ചാൽ അവൾ കുടിക്കേണ്ട പാലാണല്ലോ ആദർശമോൻ്റെ അമ്മ എടുത്ത് കുടിച്ചത്. അതിൻ്റെ ഒരു ടെൻഷനായി എനിക്ക്. അത് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഭയമോ മനസ്സിനകത്ത് എന്നൊക്കെ ഗോവിന്ദേട്ടൻ പറഞ്ഞു കേട്ടോ. ഇപ്പോഴാണെങ്കിലോ അവിടെ ആരുമില്ല. ഈ സമയത്ത് വീണ്ടും കുഞ്ഞിനെ കളയാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛൻ കടയിലേക്കാണെന്നും പറഞ്ഞല്ലേ പോയത്, അതിനിടയിൽ ഹോസ്പിറ്റലിലേക്ക് പോയോ എന്ന് ചോദിച്ചു. അത് പിന്നെ അനിയനെ കടയുടെ മുന്നിലാണ് കൊണ്ടുപോയി ഇറക്കിയത്. പിന്നെ അവിടെ പയ്യനുള്ളത് കൊണ്ട് ഞാൻ കരുതുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന്, അങ്ങനെ പോയതാണെന്ന് പറഞ്ഞു. എന്തൊക്കെയായാലും മരുമോളുടെ അമ്മയല്ലേ, അവരെയൊന്നും കാണാതിരിക്കുന്ന മോശമല്ലേ എന്ന് ചോദിച്ചു. ഇത് ശരിയാ, ഞാൻ എന്തായാലും പോയിട്ട് വരാച്ചാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് പോയി. അച്ഛൻ എങ്ങനെ അവിടെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ നയനയും അമ്മയും കൂടെ അവിടെ സംസാരിക്കുക. 23 വയസ്സിൽ എനിക്ക് ദേശാസന്ധിയാണെന്നാ എൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളത്.
ശരീരത്തിൽ മുറിവുണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് മോളെ എന്ന് കനകം നയനയോട് പറയും. അപ്പോൾ പിന്നെ മോളുടെ പേരിൽ അമ്മ മൃത്യുഞ്ജാർച്ചനയൊക്കെ നടത്താറുണ്ടെന്നൊക്കെ കനകം പറഞ്ഞു. അപ്പോൾ നയനയുടെ ജാതകമൊക്കെ നോക്കി അറിഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് ശരിക്കും അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇവർ ശരിക്കും ഞെട്ടി തന്നെയാണ് നിൽക്കുന്നത്. പറഞ്ഞല്ല അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം കേട്ട് ഇങ്ങനെ നമ്മുടെ കനകവും തിരിച്ചു പറയും. അപ്പൊ അർച്ചന എത്ര നടത്തിയാലും വരാനുള്ളത് വന്നല്ലേ അമ്മേ പറ്റൂ. ഇതിപ്പോ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ മുറിവുണ്ടായത്, സാരമില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് എന്തേ ആരോ വരുന്നു. അത് വേറെ ആരും അല്ല, നന്ദുവാ. അപ്പൊ നന്ദു കയറി വന്ന് ചേച്ചിയെ കണ്ടപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അനിയത്തിയും ചേട്ടത്തി ഇങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കാം. അപ്പോൾ അമ്മേ അച്ഛൻ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. അച്ഛൻ വന്നിട്ട് ആകെ പ്രശ്നമായോ അമ്മ എന്നൊക്കെ നന്ദി ചോദിച്ചപ്പോൾ മോളെ അച്ഛൻ ഇങ്ങനെ വന്നു എന്ന് കരുതി അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ആദർശേട്ടന്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞു മോളെ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ, അച്ഛൻ കണ്ട കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞത് നന്ദു ഇവിടെ പറയും. അപ്പൊ എന്താണെന്നൊന്നും അറിയില്ല മോളെ, അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല എന്ന് കനകം അന്നേരം അവിടെ നിന്ന് പിള്ളേരോട് പറയാം. കള്ളങ്ങളുടെ പുറത്ത് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അനാമികയുടെ വീട്ടുകാരും. അപ്പോൾ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നയനി എന്ത് ചെയ്യുന്ന അച്ഛൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു. അപ്പോഴും കള്ളങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് നല്ലതിന് വേണ്ടിയല്ലേ അമ്മ എന്ന് നയന ചോദിക്കാം. അത് നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിലും പക്ഷെ ചേച്ചി സഹായിച്ച ആള് ഇപ്പോഴും വെറുക്കല്ലേ, ചേച്ചിയാണ് സഹായിച്ചതെന്ന് അറിഞ്ഞ ആ സഹായം പോലും വേണ്ടെന്ന് വെക്കുന്നു ഭയന്നിട്ടല്ലേ ഇപ്പൊ എല്ലാം മറച്ചു വെക്കുന്നതെന്ന് നന്ദു അന്നേരം ചോദിക്കും കേട്ടോ. ഞാൻ ഇന്നേ വരെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ മോളെ, അതിനു വേണ്ടിയല്ല ഞാനിതൊന്നും ചെയ്തതെന്ന് പറഞ്ഞ് നയന ഇങ്ങനെ അനുജത്തിയോട് പറയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോളെ അച്ഛന് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ചേച്ചിയെ കാണാത്തതിൽ അച്ഛന് നല്ല വിഷമം ഉണ്ടെന്ന് പറഞ്ഞു നന്ദു. അതിനുവേണ്ടി പാവം ഒരുപാട് നേരം കാത്തിരുന്നല്ലേ എന്നൊക്കെ നന്ദു ചോദിക്കുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഇവർ പരസ്പരം സംസാരിക്കുവാണ്. അതെ, എല്ലാം കഴിഞ്ഞു. ഇനിയൊരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. എല്ലാം കഴിഞ്ഞ് ആദർശേട്ടന്റെ വീട്ടിലേക്ക് ചേച്ചി മടങ്ങി ചെല്ലുമ്പോൾ അവിടെയുള്ളവർ ചേച്ചിയോട് മോശമായ രീതിയിലാണ് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവിടെ പിന്നെ ചേച്ചി കടിച്ചു തൂങ്ങാൻ നിൽക്കരുത്. എനിക്ക് അത്രേ ചേച്ചിയോട് പറയാനുള്ളൂ. ആദർശേട്ടൻ ഇനി എന്തായാലും ചേച്ചിയെ വിട്ടുകളയാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ചേച്ചിയെ കാണണമെന്ന് തോന്നുമ്പോൾ അവിടെ വന്ന് കണ്ടോട്ടെ. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ മോളെ എന്ന് നയന ഇത് കേട്ട് കഴിഞ്ഞപ്പം പറയുക. മലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ പറയുന്നതെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുവാണ്. മോളെ 41 എത്താറായി, ഇനിയിപ്പോ ആ ദിവസമൊക്കെ പോകാൻ പറ്റുമോ എന്ന് കനകൻ ചോദിക്കുക. അപ്പോൾ ഒന്നും അറിയില്ല, ഇവിടെ ഇപ്പോൾ അമ്മയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പോകാമായിരിക്കും, അവർ പോകുമായിരിക്കും, ഒരുപാട് ആൾക്കാരൊന്നും കൂടെ നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുക. ഇന്നലെ വരെ ആദർശുമോന്റെ സ്വഭാവം അത് എന്തായിരുന്നു നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്നാൽ ആ മോനിപ്പോ സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതേ എൻ്റെ നയനമോളെയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അമ്മയെന്ന് നയന അന്നേരം അവിടെ വെച്ച് പറയണം. അമ്മയ്ക്കൊപ്പം നിൽക്കരുതെന്നും എനിക്ക് ആഗ്രഹമില്ല അമ്മയെന്നും നയന കനകത്തിനോട് പറയുവാണ്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് കനകം വിഷമിച്ച് നിൽക്കും. എനിക്ക് കിട്ടാനുള്ള സ്നേഹവും പരിഗണനയും മാത്രം എനിക്ക് തന്നാൽ മതി, മറ്റൊന്നും എനിക്ക് വേണ്ട അമ്മ എന്നും പറഞ്ഞ് നയന ഇങ്ങനെ പറയുമ്പോൾ മകളെക്കുറിച്ച് അഭിമാനം ഓർത്ത് നിൽക്കുക കനകം. അമ്മയെ ഈ സമയത്ത് സഹായിക്കാൻ ആളില്ലാതെ വന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലേ അത് ആദർശേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമായി പോയേനെ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ കനകവും നന്ദും അത് സമ്മതിച്ച് തന്നെ നിൽക്കാം. അതിൽ നിന്ന് പെട്ടെന്ന് മുക്തനാകാൻ ആദർശേട്ടന് ഒരിക്കലും പറ്റില്ലായിരുന്നു എന്നും പറയാം. അപ്പോൾ അതുകൊണ്ടാണ് താൻ ഈ ഒരു സാഹസം ചെയ്തതെന്നും നയന ഇങ്ങനെ പറയും. എന്തിനു വേണ്ടിയിട്ടാണ് നയനയെ കരകദാനമായി കൊടുത്തതെന്ന് നയനയുടെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ആ ഒരു രഹസ്യം നയന കനകത്തിനോടും നന്ദുവിനോടും തുറന്നു പറയുന്നു. അപ്പൊ എന്തായാലും അപ്പോൾ ഇതിന്റെ ഫലമായി കിട്ടാൻ പോകുന്നത് പാരിതോഷികം എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്നും പിന്നെ ഞാൻ ആദർശേട്ടനെ മാത്രമേ നോക്കുന്നുള്ളൂ, പിന്നെ ഈ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്കൊന്നും ദൈവം മോശമായി വരുത്തിയിട്ടില്ല, പിന്നെ ദൈവാനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ എൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നയന ഇങ്ങനെ ഇവരോട് തൻ്റെ മനസ്സിലുള്ളത് പറയുക. അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ അച്ഛനോ ആദർശേട്ടനോ മുത്തശ്ശനോ ഒക്കെ മനസ്സിലെ നന്മയുള്ളവരാ, ഏതു നേരവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ അമ്മ എന്നൊക്കെ ചോദിച്ച് ഇവരിങ്ങനെ സംസാരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ അനന്തപുരത്താറുപാട്ടിലെ മുത്തശ്ശിയും അതുപോലെ തന്നെ ജലജിയും ജാനകിയും ഒക്കെ കൂടെ ഇരുന്ന് ഏട്ടത്തി വരുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളും അതുപോലെ അനാമിക മോളെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുക. അപ്പോൾ അടുക്കളപ്പണിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അടുക്കളപ്പണിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം ഒന്ന് ഓടി എത്തേണ്ടേ അമ്മേ എന്ന് ജാനകി.
അതെന്ത് വർത്താനം നീ പറഞ്ഞത്? നിന്നെ ഞാനും അടുക്കളയിൽ സഹായിക്കുന്നുണ്ടല്ലോ എന്ന് നേരം ജലജ പറയും. അങ്ങനെ നീ പറഞ്ഞാൽ ശരിയാകുമോ? അപ്പോൾ നിന്റെ സഹായം ഒന്നും പറയാത്ത നല്ലത്. എൻ്റെ കാലുകൊണ്ട് വേദന ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല. ഇവിടെയാണ് നയനമോളുടെ നഷ്ടനീക്കം മനസ്സിലാക്കേണ്ടതെന്നും മോളുള്ളപ്പോൾ ആരും അടുക്കളയിൽ കയറിയിട്ടില്ലല്ലോ എന്നും അമ്മ ജാനകിയോടും ജലജയോടും പറഞ്ഞു. എന്നിട്ട് അവളിപ്പോൾ എവിടെയാ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അവൾ അന്തസ്സായിട്ടെ അവളുടെ വീട്ടിലെ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പൊ പിന്നെ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ, വെറുതെ ഐസുവിന്റെ മുന്നിൽ അങ്ങ് ഇരുന്നാൽ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അതിനും കുറ്റം കണ്ടുപിടിക്കുന്നു. അപ്പൊ ദേവേനയുടെ കാര്യം എന്തായോ എന്തോ, ഓപ്പറേഷൻ കഴിഞ്ഞൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശിയോട്. അവിടെ ഐസുവിന്റെ മുന്നിൽ ഒരാൾ ഇരുന്നാൽ മതിയല്ലോ, പിന്നെ എന്തിനാ അവളും കൂടെ പോയിരിക്കുന്നതെന്ന് ജലജ. അവള് മാത്രമാണോ? അവളുടെ അമ്മയും അനുജത്തെയൊക്കെ അവിടെ പോകല്ലേ? അത് സ്നേഹം കൊണ്ടൊന്നും അല്ല പോകുന്നത്. ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷ അവർക്ക്. സംഭവിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ അത്രയും സന്തോഷമാണെന്ന് ജാനകി. അപ്പൊ ഒന്നും മിണ്ടാതിരിക്കുക. അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കുന്നവരല്ല നയനയും നയനയുടെ വീട്ടുകാരും ഒന്നും മുത്തശ്ശി ജാനകിയോടൊക്കെ പറയും. അപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ജാനകി, അമ്മയും അച്ഛനും അവളെയും അവളുടെ വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ എന്നും പറഞ്ഞ് ഈ ജലജ ഇങ്ങനെ പറയാം. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് അനി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. അപ്പൊ ആദർശമുണ്ട്. അവർ രണ്ടുപേരും കൂടെ വന്നപ്പോഴത്തേക്കും വിവരങ്ങൾ അറിയാനുള്ള ആകാംക്ഷയോടെ മുത്തശ്ശി കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതെ, കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ മോനെ? അപ്പൊ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. അതോ മോനെ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതൊന്നും അല്ലല്ലോ അല്ലേ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോൾ, അങ്ങനെ ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറും വാക്ക് പറഞ്ഞാലും മുത്തശ്ശൻ ഡോക്ടറെ വിളിക്കില്ലേന്ന് ആദർശ നേരം മുത്തശ്ശിയോട് പറയുക. അപ്പോൾ ഡോക്ടർ സത്യങ്ങളൊക്കെ പറയത്തില്ലേ മുത്തശ്ശി? പിന്നെ ഞാനെന്തിനാ മുത്തശ്ശിയോട് സത്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുന്നതെന്ന് ചോദിച്ചു. ഇവിടെ ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു. പിന്നെ ഇനി 41-ന് മലയ്ക്ക് പോകാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. മകരവിളക്കിന് പോയാൽ മതിയെന്നാ മുത്തശ്ശൻ പറയുന്നതെന്ന് മുത്തശ്ശി പറയാം. അപ്പൊ ഞങ്ങളും അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുന്ന മുത്തശ്ശി എന്ന് അനി. നമ്മളിവിടെ പ്രാർത്ഥനയും വഴിപാടൊക്കെ ആയിട്ട് നിൽക്കുക. ആ സമയത്ത് ജലജ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർ ഏട്ടത്തിക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് ജാനകി പറഞ്ഞപ്പോൾ ഒന്നും ചുമ്മാ ഇരിക്കുന്നുണ്ടെന്ന് ചോദിച്ചു അനി. നീ എന്നോട് ചൂടാകുന്നോടാന്ന് ജാനകി. ചൂടാകാതെ പിന്നെ അമ്മ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പ്രാർത്ഥിച്ചാലും നയനേടത്തി ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കില്ല എന്ന് നമ്മുടെ അനി അന്നേരം പറഞ്ഞു. ഓഹ് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അന്നേരം നിൽക്കും. സ്വന്തം ജീവൻ പോയാലും വല്യമ്മയുടെ ജീവൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുക എൻ്റെ ഏട്ടത്തിയെന്ന് അനി പറയുമ്പോൾ, ഓ അവളെ പറഞ്ഞപ്പോ സ്വന്തം ഭർത്താവിനേക്കാളും കൊണ്ടത് അവനാണല്ലോ എന്ന് ജലജ. അപ്പൊ അവന് മാത്രമല്ല എനിക്കും നന്നായി കൊള്ളുന്നുണ്ട്. നിങ്ങൾക്കൊന്നും നയനെ ഇതുവരെ മനസ്സിലായിട്ടില്ല, ഇനിയിപ്പം മനസ്സിലാകാനും പോകുന്നില്ല. അതും പറഞ്ഞ് ആദർശ് പറഞ്ഞപ്പോ, അങ്ങനെ മനസ്സിലാകാത്തവർക്കൊന്നും മനസ്സിലാക്കി കൊടുക്കേണ്ട മോനെ, അവരൊന്ന് പറഞ്ഞോട് നടന്നോട്ടെ. നയനമോളെ കുറ്റം പറയാതിരുന്നെങ്കിൽ മാത്രമേ നിനക്കൊക്കെ നന്മ ഉണ്ടാവത്തുള്ളൂ എന്നും അവളോട് മരുമകളെ സ്നേഹിക്കാനും പറഞ്ഞേക്കാനും പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞപ്പോ, മുത്തശ്ശി അതൊന്നും എത്ര പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാകത്തില്ല. നയനേടത്തിന്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത എൻ്റെ അമ്മയ്ക്ക് പോലും ഇല്ല. അത് അമ്മ മനസ്സിലാക്കിക്കോളാം പറഞ്ഞു നമ്മുടെ അനി. അത് കേട്ട് കഴിഞ്ഞപ്പോഴേ സഹിച്ചില്ല ജാനകിക്ക്. അപ്പൊ അത്രയും പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോയി. അവനങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ജലജെ. എന്ന് വെച്ചാൽ ഇവൻ പറയുന്നതല്ലേ അവന് വേദവാക്യം പറഞ്ഞു ജാനകി. എന്നെ അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നവൻ അനി. എങ്കിലും അവൻ ഇപ്പൊ പറഞ്ഞത് ഉള്ളിൽ തട്ടി പറഞ്ഞ കാര്യം തന്നെയാണ്. നയനെ അവൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്നും അതിനുള്ള യോഗ്യത നയനയ്ക്ക് ഉണ്ടെന്നും പറഞ്ഞ അങ്ങനെ ആദർശ് പറയാം. അവളുടെ നന്മയും അവളുടെ ഭാഗത്തെ സത്യവും മനസ്സിലാക്കിയിട്ട് അവളെ വെറുക്കുന്നതിന് പകരം അവളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ പഠിക്കും നിങ്ങൾ. അത് അനി ചെയ്യുന്നെന്നും പറഞ്ഞ് നമ്മുടെ ആദർശങ്ങ് പോയി. ആദർശങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ജാനകി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി ഇങ്ങനെ അവിടെ ഉമ്മറത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വന്നു. എന്താടാ നിന്റെ മുഖത്തൊരു വിഷമം എന്നും ചോദിച്ച്. വിഷമം എന്താണെന്ന് നമുക്കറിയില്ലേ, എൻ്റെ വല്യമ്മ ആശുപത്രി കിടക്കുന്നതെന്ന് പറഞ്ഞു കേട്ടപ്പോൾ വിഷമമുള്ളത് കൊണ്ടൊന്നുമല്ല നീ അങ്ങോട്ട് എപ്പോഴും പോകുന്നത്, വല്യമ്മയെ കാണാനാണെന്നും പറഞ്ഞു ഒരുത്തി അവിടേക്ക് വരുന്നുണ്ട് അവളുടെ ചേച്ചിയുടെ ഒത്താശയോടെ എന്ന് ജാനകി പറഞ്ഞപ്പോൾ, അമ്മ ഇനിയെങ്കിലും ഇത്തരം വില കുറഞ്ഞ സംസാരങ്ങൾ നിർത്തിക്കോളാൻ പറഞ്ഞു അനി. അപ്പൊ എൻ്റെ സംസാരത്തിനാടാ വില കുറഞ്ഞിട്ടുള്ളൂ, നിന്റെ പ്രവൃത്തി എനിക്ക് പിടിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ പിണങ്ങിപ്പെരിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി നിന്നാലേ അവരെ സ്നേഹിക്കുന്ന പയ്യന്മാരാണെങ്കിൽ വീട്ടുകാരറിയാതെ അവരെ പോയി വിളിക്കാനുള്ള ഇതൊക്കെ നോക്കും. നീ എന്തൊരു ഭർത്താവാടാന്ന് ചോദിച്ചു. അത് അവരെ സ്നേഹിക്കുന്ന പയ്യന്മാരല്ലേ, എനിക്ക് അവളോട് സ്നേഹമില്ല എന്ന് അനി പറയുമ്പോൾ അതിന്റെ കാരണം എനിക്ക് അറിയേണ്ടത്. അവളുടെ സ്വഭാവം ശരിയല്ല എന്ന് അനി പറഞ്ഞു. എന്താ പിന്നെ ആരുടെ സ്വഭാവമാടാ ശരി? സ്വയം പരിശുദ്ധിയാണെന്ന് പറഞ്ഞു നടക്കുന്ന നയനയുടെ അനിയത്തിയുടെ ആണോടാന്ന് ചോദിച്ചപ്പം അതിനെ ഏട്ടത്തി സ്വയം പരിശുദ്ധിയാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല, ഏട്ടത്തിയുടെ പ്രവൃത്തികൾ കണ്ടിട്ട് എല്ലാവരും അങ്ങനെ പറയുന്നതാണെന്ന് നമ്മുടെ അനി പറഞ്ഞപ്പോൾ ആരാടാ എല്ലാവരും? ഈ വീട്ടിലുള്ള എല്ലാവരും. ഒരു സമയത്ത് അമ്മയും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മുതലെടുത്തിട്ട് അവളുടെ അനുജത്തെ ഇങ്ങോട്ട് തള്ളിവിടാൻ ശ്രമിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ജാനകി അന്നേരം പറയോ. ഇത് കേട്ട അനി, ദേ അമ്മ ഏട്ടത്തിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ലെന്ന് ഒരുപാട് തവണ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു. ഞാനതൊന്നും വിശ്വസിക്കില്ലടാ. ഇപ്പോഴും അവളും അവളുടെ വീട്ടുകാരും അതിനൊക്കെ തന്നെയാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയെ വീണ്ടും പറയും. നന്ദു എന്ന വഴിതെറ്റിയവളെ വീണ്ടും ഇങ്ങോട്ട് വഴിതിരിച്ചുവിടാൻ. വഴിതെറ്റിയതേ അമ്മയുടെ മരുമകളല്ല, അത് ഏട്ടത്തെ അല്ലെന്ന് പറഞ്ഞു. ദേ അവളെ കുറിച്ച് ആവശ്യമില്ലാത്ത പറയരുതെന്ന് പറഞ്ഞപ്പോൾ തന്നിഷ്ടത്തിന് ഇവിടെ നിന്ന് പോയവളെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരില്ല, അച്ഛനും മുത്തച്ഛനും ഒക്കെ അതേ അഭിപ്രായം തന്നെയാണെന്ന് പറഞ്ഞ് അനി അങ്ങ് പോകുമ്പോൾ
ദേ നിന്റെ നിലപാട് അതാണെങ്കിലേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോയി വിളിച്ചോണ്ട് വരുവാടാ എൻ്റെ മോളെ എന്ന് പറഞ്ഞു ജാനകി. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പറഞ്ഞു. ദേ എൻ്റെ മോളല്ല ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടത്. നയനി എന്ന് പറയുന്നവളാ. ഏട്ടത്തി ഹോസ്പിറ്റലിൽ നിന്ന് വന്നോട്ടെ. ആ സമയത്ത് ആ നയനി എന്ന് പറയുന്നവൾ ഈ വീടിന്റെ പടി കടന്ന് പോകുമെന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോകുമ്പോൾ അനി തലയ്ക്കും കൈ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ജാനകി അവിടെ ചെന്നിട്ട് ജലജയോട് മകന്റെ ഉള്ളിലേക്ക് വലിയ വിഷം കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പറയും. അതുകൊണ്ടാ അനാമികയെ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഇവര് നിൽക്കുമ്പോൾ നമ്മുടെ ജലജ അവിടെ ആദർശ് വരുന്നത് കണ്ടു. എവിടെ ആടാ നിന്റെ ഭാര്യ? അവള് ജോലിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുകയാണെന്ന് ജാനകി പറഞ്ഞപ്പോ നയനി ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇല്ലല്ലോ എന്ന് ആദർശ് പറഞ്ഞു. എന്നിട്ട് ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. അപ്പൊ അവൾ അവളുടെ വീട്ടിലാണെന്ന് പറഞ്ഞു നമ്മുടെ ആദർശ്. കണ്ടോ ജാനകി, മനഃപൂർവ്വം അവൾ അവിടെ പോയി നിൽക്കുന്നതാ. ഇവിടെ അച്ഛനും മരുന്ന് പോലും എടുത്തു കൊടുക്കുന്നത് അവളായിരുന്നില്ലേ. ഇപ്പൊ അമ്മായിമ്മ ഹോസ്പിറ്റലിലായതോടെ തോന്നിയതുപോലെ നടക്കുകയാണെന്നും പറഞ്ഞ് ജലജ കുറ്റപ്പെടുത്തപ്പോ ഞാൻ പറഞ്ഞിട്ടാ നയൻ അവളുടെ വീട്ടിലേക്ക് പോയത്. ഇവിടേക്ക് വന്ന അവളാണ് അമ്മയെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് അവളെ കുറ്റപ്പെടുത്തുകയല്ലേ എന്ന് ചോദിച്ചു ആദർശ്. അപ്പൊ അതല്ലേടാ മോന് സത്യം. അപ്പൊ എന്ത് സത്യം? സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അന്വേഷണം ഉണ്ടായാൽ തന്നെ നയന നിരപരാധി ആയിരിക്കും. അവൾ ഒരിക്കലും എന്റെ അമ്മയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്ന് ആദർശ് പറഞ്ഞപ്പോ എന്ന് നിന്റെ അമ്മ പോലും പറയുന്നില്ലല്ലോടാ ആദർശേ എന്ന് അമ്മ പറയത്തില്ല. പക്ഷെ എന്റെ ഭാര്യ എന്താണെന്ന് അറിഞ്ഞ് എനിക്ക് ഒരിക്കലും നയനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് ആദർശ് തറപ്പിച്ചൊങ്ങ് പറഞ്ഞു. നീ ഇങ്ങനെ അവൾക്ക് വളം വെച്ച് കൊടുത്തോണ്ടിരുന്നു. അവസാനം അവൾ അത് മുതലെടുത്ത് ആർക്കൊക്കെ വിഷം കൊടുക്കുന്നു കണ്ടറിയണമെന്ന് ജലജ പറഞ്ഞപ്പോ അപ്പച്ചി അത് കൊടുത്താൽ പോലും അവൾ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ദേ പണ്ട് നയനെപ്പോലെ ഒരു മരുമകളെ കിട്ടിയത് ഏട്ടത്തിയുടെ ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നിന്റെ അമ്മ ഒരുപാട് എന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലേ ഇന്ന് ഞാൻ നിന്നോട് പറയുക, അന്ന് ഏട്ടത്തി പറഞ്ഞതൊക്കെ തന്നെയാണ് ശരി. അവള് ഏറ്റവും മോശം പിടിച്ച ആ ഒരു ഇതാണ്. അവള് നിന്റെ ജീവിതത്തിൽ നിന്ന് പോയാലേ നിന്റെ ജീവിതം പച്ച പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ജാനകി പറഞ്ഞപ്പോ എന്റെ ജീവിതത്തിലേക്കൊക്കെ പച്ച പിടിച്ചാൽ മതി. അവള് വന്ന ശേഷമേ എനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദേ ആവശ്യമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ തലയിട്ടാൽ മതി എന്ന് പറഞ്ഞു ആദർശ്. അത് മാത്രമല്ല എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാനിപ്പം നയനിയെയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ജാനകിയൊക്കെ അവിടെ നിന്ന് കിട്ടപ്പെട്ടില്ല. കാരണമേ അങ്ങനെ സ്നേഹം കിട്ടാൻ അവൾ അർഹയാണെന്നുള്ള കാര്യവും പറഞ്ഞ് അതുകൊണ്ട് ആര് ഈ വീട്ടിൽ നിന്ന് പോയാലും നയന പോകാൻ പോകുന്നില്ലെന്ന് ആദർശ് ഇവരുടെ മുഖത്ത് നോക്കി വെല്ലു വിളിക്കുവാണ്. അതും പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ജലജ ഇവന്റെ അമ്മയെ പുറത്താക്കിയ പോലും അവളെ പുറത്താക്കത്തിൽ ഏട്ടത്തി എന്നും പറഞ്ഞ് നിൽക്കുക. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയെ ആണ്. അപ്പൊ ദേവയാനി ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.